വാർത്തയാണ്. ബജറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള നയപ്രഖ്യാപനത്തിന്റെ കരട് സർക്കാർ ഗവർണർക്ക് കൈമാറി. കേന്ദ്രവിരുദ്ധ പരാമർശത്തിൽ ഗവർണറുടെ നിലപാട് നിർണായകമാകും. കേന്ദ്രം സാമ്പത്തികമായി ഞെരിക്കുന്നു എന്ന വിമർശനം നയപ്രഖ്യാപനത്തിലുള്ളതിനാൽ രാജ്ഭവൻ തീരുമാനത്തിൽ ആകാംക്ഷയുണ്ട്. ശ്രീജിത്ത് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഗവർണർ സർക്കാർ പോര് രൂക്ഷമായി തുടരുന്നതിനിടെ നയപ്രഖ്യാപന പ്രസംഗം തന്നെ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ ഇതിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമുള്ള ഈ നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിനിത, രാജ്ഭവനിൽ പൊതുവിലൊരു സമവായത്തിൻ്റെ അന്തരീക്ഷമാണ്. ഗവർണർ അത്തരമൊരു പ്രകോപനപരമായ നിലപാടിലേക്ക് പോകുന്നില്ല എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ. മാത്രമല്ല, നേരത്തെ ഒപ്പിടാതെ മാറ്റിവെച്ചിരുന്ന 2 ബില്ലുകൾ ഒപ്പിടുന്ന നടപടികളുടെ അന്ത്യഘട്ടത്തിലേക്ക് ഗവർണർ എത്തുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കാര്യത്തിലും വലിയ തോതിലുള്ള ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഗവർണർക്ക് മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കരട് കൈമാറിയത്. ഉച്ചയ്ക്ക് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹം തന്നെയാണ് ഈ പ്രസംഗം കൈമാറിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രസംഗം ഇതുവരെ ഗവർണർ തുറന്ന് വായിച്ചതായി നമുക്ക് റിപ്പോർട്ടില്ല. നാളെ ഓടുകൂടി ഗവർണർ ഈ പ്രസംഗം വായിച്ചൊരു തീരുമാനത്തിലെത്തും. എന്തായാലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പുവെക്കാൻ ഉപാധികൾ വെച്ച ചരിത്രമുള്ള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. 2022 നയപ്രഖ്യാപന പ്രസംഗത്തിന് തലേന്ന് ഈ പ്രസംഗത്തിൽ ഒപ്പുവെക്കാൻ ഉപാധി വെച്ചിരുന്നു. ഒടുവിൽ പൊതുഭരണ സെക്രട്ടറി ആയിരുന്ന KR ജ്യോതിലാലിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടാണ് സർക്കാർ ഗവർണറെ തങ്ങൾക്ക് അനുകൂലമായി വഴക്കിയെടുത്തത്. എന്തായാലും ഇത്തവണ അത്തരം പ്രശ്നങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പ്രസംഗത്തിൽ കേന്ദ്ര വിമർശനമുണ്ട്. സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കുന്ന നയസമീപനങ്ങളാണ് കേന്ദ്ര സർക്കാർ തുടരുന്നത്. ഇത് ഫെഡറലിസത്തിന് വിഘാതമാണ്, ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ചില പരാമർശങ്ങൾ മാത്രമേ ഉള്ളൂ. ഗവർണറുടെ നടപടിയോ നിലപാടിനെ വിമർശിക്കുന്ന പരാമർശങ്ങൾ ഈ പ്രസംഗത്തിലില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ മാസം 25-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. അതിനു മുമ്പ് ഒപ്പിട്ട് അംഗീകാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ശരി, ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.